മുകേഷ് അല്ലെങ്കിൽ സിദ്ദീഖിനൊപ്പമുള്ള ഡസൻ കണക്കിന് സിനിമകളാണ് ജഗദീഷ് എന്ന നടന്റെ 90കളിലെ മുഖമുദ്ര. എന്നാൽ ഇതിലെ മിക്ക കഥാപാത്രങ്ങളും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. എന്നാൽ അതിൽ നിന്ന് മാറി 90കളിൽ വന്ന ജഗദീഷിന്റെ സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസുകൾ ഏതൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ 3 സിനിമകളുടെ പേര് നമുക്ക് പറയാൻ പറ്റും. സ്ഥലത്തെ പ്രധാന പയ്യൻസ്, വക്കീൽ വാസുദേവ്, വെൽക്കം ടു കൊടൈക്കനാൽ. ഇതിൽ വക്കീൽ വാസുദേവിനെ പറ്റിയാണ് ഈ വീഡിയോ. ജഗദീഷ് അത്യാവശ്യം നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രം ചെയ്തതുകൊണ്ട് തന്നെ ഈ പടം ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. പക്ഷെ ഇടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട് തന്റെ തൊഴിലായ അഭിഭാഷക വൃത്തിയിൽ അയാൾ കണ്ണിങ് ആയിരുന്നെങ്കിലും ഇൻ ജനറൽ ആള് നെഗറ്റീവ് അല്ല, മറിച്ച് ജയറാമിനെ പോലെ ഒരു ആക്ടറെ വെച്ചുകൊണ്ട് ഒരു ഓപ്പോസിറ്റ് കഥാപാത്രം ബിൽഡ് ചെയ്ത് അയാൾക്കൊപ്പം അക്കാലത്ത് സ്ഥിരമായി നായകന്റെ റൈറ്റ് ഹാൻഡായി വരുന്ന ജഗദീഷ് രഘുബറിനെയും ചേർത്ത് വെച്ച് പെരുമാറ്റത്തിലും സംസാരത്തിലും മാന്യത ഇട്ടുകൊടുത്ത് ഇതിന് നേരെ വിപരീതമായി കുറച്ച് റൂഡായും സ്ട്രേറ്റ് കട്ടായും സംസാരിക്കുന്ന ജഗദീഷിനെ മനഃപൂർവ്വം നെഗറ്റീവ് ആക്കാനുള്ള ഒരു ശ്രമമായിരുന്നു അതെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ക്ലൈമാക്സിലെ ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്നത് വരെ കൊലപാതകം ചെയ്തിരിക്കുന്നത് ജയറാമാണെന്നാണ് പ്രേക്ഷകരായ നമുക്ക് കാണിച്ചു തരുന്നത്. എന്നാൽ അങ്ങനെ ഒരു കഥാപാത്രത്തിനോട് നമുക്ക് സിമ്പതി തോന്നിപ്പിക്കുന്ന രീതിയിലും ഇതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ജഗദീഷിന്റെ കഥാപാത്രത്തോട് ഇത്തിരി അകൽച്ചയും തോന്നുന്ന രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ബട്ട് വാട്ട് എവർ, ഒരു സ്ട്രേറ്റ് ഫോർവേഡ് വക്കീൽ കഥാപാത്രമായിരുന്നു ജഗദീഷ് ഈ സിനിമയിൽ വന്നിരുന്നതെങ്കിൽ മറ്റേതൊരു 90s ജഗദീഷ് സിനിമയും പോലെ ഇതും വിസ്മൃതിയിലാണ്ട് പോയേനെ. എന്നാൽ ഈ സിനിമ ഇന്നും ആളുകൾ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആ ക്യാരക്ടറൈസേഷൻ തന്നെയാണ്.